എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അങ്ങനെ കൊടിയ ഒരു വേനൽക്കാലത്തിന് ശേഷം നമ്മൾ വർഷകാലത്തിലേക്ക് കടക്കുകയാണ്. മഴയെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അത്രയധികം പ്രകൃതിയെ സ്നേഹിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു സംസ്കാരമാണ് സനാതനധർമ്മത്തിനുള്ളത്. സനാതനധർമ്മത്തിൻ്റെ പാരമ്പര്യം സർവ്വതിനെയും ആരാധിക്കുക എന്നുള്ളതാണ്. പൂക്കളെ, പുഴകളെ, വൃക്ഷങ്ങളെ ഒക്കെ ആരാധിക്കുന്ന പാരമ്പര്യം സനാതനധർമ്മത്തിൽ ആദിമകാലം മുതലേ ഉണ്ടായിരുന്നു. വിശേഷിച്ച് വൃക്ഷങ്ങളെ. അതിൽ തന്നെ ഏറ്റവും ആദരണീയമായിട്ടുള്ള സ്ഥാനം നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള വൃക്ഷരാജനായിട്ടുള്ള ആൽമരത്തിൻ്റെ ആൽമരത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥേമമ്മയിൽ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ഒക്കെ നാടുകളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആൽത്തറകൾ കാണാം, ആൽവൃക്ഷങ്ങൾ കാണാം. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ആൽമരങ്ങളെ നമ്മൾ കാണാറുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ആൽമരത്തിൻ്റെ പ്രാധാന്യം? കുട്ടികളോടൊക്കെ പൊതുവിൽ പറയാറുണ്ട്, ക്ഷേത്രത്തിൽ ദർശനം ചെയ്തതിന് ശേഷം സാധിക്കുന്നത്ര സമയം ആൽമരത്തിനെ കൂടി പ്രദക്ഷിണം ചെയ്യാനോ അല്ലെങ്കിൽ ആൽമരത്തിന് ചുവടെ സമയം ചെലവിടാനോ അവരോട് പ്രത്യേകമായിട്ട് പറയാറുണ്ട്. അതിന് ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം അന്തരീക്ഷത്തിലെ ഓസോൺ ലെയറിന് തുല്യമാണ് ഒരു ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നത് എന്നാണ്. അത്രയധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഒരു ആവരണം നമുക്ക് ചുറ്റും തരാനുള്ള ഈ വൃക്ഷത്തിൻ്റെ കഴിവ് മറ്റൊരു വൃക്ഷത്തിനും അവകാശപ്പെടാൻ ഇല്ല എന്നുള്ളതാണ്. വെറുതെ അല്ലല്ലോ നമ്മുടെയൊക്കെ പൂർവികർ, ഭാരതത്തിൻ്റെ ഋഷി ആൽമരങ്ങൾക്ക് ക്ഷേത്ര സംസ്കാരത്തിൽ ഇത്രയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ടാവുക. നല്ല രീതിയിൽ വായു നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അത് കലർപ്പില്ലാത്ത വായുവാണെങ്കിൽ, ശുദ്ധമായിട്ടുള്ള വായുവാണെങ്കിൽ അത് നമ്മുടെ ബുദ്ധിശേഷിയെ കൂട്ടും എന്നാണ് സാങ്കേതികമായിട്ടുള്ള പഠനങ്ങളടക്കം അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രാചീന കാലം മുതലേ ഭാരതത്തിൻ്റെ ഋഷി അവരുടെ തപസ്സുകൾക്കായി എപ്പോഴും ആൽമര ചുവടുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ആൽമരം ഒരു മരമായിട്ടല്ല സനാതനധർമ്മത്തിൽ കാണുന്നത്. അതിൽ 33 കോടി ദേവതകളുടെയും സാന്നിധ്യമുണ്ട് എന്നാണ് വിശ്വാസം. എപ്പോഴും ആൽമരത്തിൻ്റെ വേരിൻ്റെ ഭാഗം, എന്നാൽ അതിൻ്റെ ഏറ്റവും അഗ്രഭാഗം, അവിടെ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ആൽമരത്തിൻ്റെ മധ്യഭാഗത്തുള്ളത് സാക്ഷാൽ നാരായണൻ്റെ സാന്നിധ്യമാണ് എന്നാണ് വിശ്വാസം. ആൽമരത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗം അല്ലെങ്കിൽ ശാഖകളിൽ സാന്നിധ്യം ചെയ്യുന്നത് സാക്ഷാൽ മഹാദേവനാണ് എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഒരു ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ത്രിമൂർത്തികളെ നമസ്കരിക്കുക, അതിലൂടെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന 33 കോടി ദേവതകളെയും നമസ്കരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് സാധാരണ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ട്. കുട്ടികളൊക്കെ അത് കാണാതെ പഠിച്ച് ചൊല്ലുന്നൊരു പാരമ്പര്യമൊക്കെ നമുക്ക് പണ്ടുണ്ടായിരുന്നു. എന്നാൽ അത് തിരിച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അതിൻ്റെ ഏറ്റവും മൂലഭാഗത്ത് ബ്രഹ്മദേവനാണ്. അതുകൊണ്ട് തന്നെ മൂലദേ ബ്രഹ്മരൂപായ എന്നാണ് മന്ത്രം തുടങ്ങുന്നത്. മധ്യഭാഗത്ത് നാരായണനായതുകൊണ്ട് മധ്യദേ വിഷ്ണുരൂപായ എന്നും, അഗ്രഭാഗത്ത് മഹാദേവനായതുകൊണ്ട് അഗ്രദേ ശിവരൂപായ വൃക്ഷരൂപായ വൃക്ഷരാജായ നമോ നമ എന്ന ഭാവത്തിലാണ് ആ മന്ത്രം അവസാനിക്കുന്നത്. അതായത് ഏറ്റവും അടിഭാഗത്ത് ബ്രഹ്മാവിൻ്റെ രൂപത്തിലും മധ്യഭാഗത്ത് നാരായണൻ്റെ രൂപത്തിലും ഏറ്റവും അഗ്രഭാഗത്ത് മഹാദേവൻ്റെ രൂപത്തിലും സാന്നിധ്യം ചെയ്തുകൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഹേ വൃക്ഷരാജനായിട്ടുള്ള ആൽമരമേ, ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. നോക്കൂ, പ്രകൃതിയിലുള്ള ഓരോ വിഭവങ്ങളിലും ഈശ്വരനെ കാണാൻ ഇത്ര കണ്ട് പഠിപ്പിക്കുന്ന ഒരു സംസ്കാരം സനാതനധർമ്മമല്ലാതെ മറ്റെവിടെയാണ് നമുക്കത് കാണാൻ സാധിക്കുക? നമ്മളുടെ പരമ്പരാഗതമായിട്ടുള്ള കാവ് സങ്കല്പങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെയും വലിയ രീതിയിൽ ആൽമരത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. ആൽമരത്തിന് ചുവട്ടിലായിരുന്നു പല ദിക്കുകളിലും വിശേഷിച്ച് നാഗപ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നത്. നാഗങ്ങളിലൂടെ ആരാധിക്കപ്പെടുന്നതും പ്രകൃതിയാണ്. ആ നാഗത്തിന് സാന്നിധ്യം ചെയ്യാനായി തണലൊരുക്കുന്നതും ആൽമരമായിട്ടുള്ള പ്രകൃതിയാണ്. ഒരു തരത്തിൽ ആൽമരത്തെ ആരാധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അത് പ്രകൃതി ആരാധന ആയതുകൊണ്ട് തന്നെ അതിലൂടെ ദേവിയെ ആരാധിക്കുന്ന ഫലവും ലഭിക്കുന്നു എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. എപ്പോഴും പ്രകൃതിയെ നമ്മൾ പരാശക്തിയായിട്ടാണല്ലോ കണക്കാക്കാറുള്ളത്.
അതുകൊണ്ട് ആൽമരത്തിൻ്റെ മഹത്വം അതിൽ ത്രിമൂർത്തികളും സാക്ഷാൽ പരാശക്തിയും ഒരുമിച്ച് സാന്നിധ്യം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു വേനൽക്കാലമൊക്കെ കഴിഞ്ഞ് ഇതാ ഒരു പരിസ്ഥിതി ദിനം നമ്മുടെ മുമ്പിൽ വരാൻ പോവുകയാണ്. നമുക്ക് ഏറ്റവും അധികം നമ്മുടെ സംസ്കാരത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു പരിസ്ഥിതി ദിനത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോൾ സാധിക്കുന്നത്ര നമ്മുടെ ക്ഷേത്രങ്ങൾക്ക് ചുറ്റും ആൽമരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ നാം ശ്രമിക്കേണ്ടതാണ്. കാരണം ഒരാൽമരം എന്ന് പറയുന്നത് ഈ ദേവതാ സങ്കല്പങ്ങൾക്കുപരിയായിട്ട് ഇനി വരാൻ പോകുന്ന എത്രയോ 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 തലമുറകൾക്ക് അഭയസ്ഥാനമാണ്. ആ ആൽമരത്തെ നമസ്കരിക്കാൻ നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നു. അത് അടുത്ത തലമുറയെ കൊണ്ട് നമ്മൾ പരിശീലിക്കുമ്പോൾ നമ്മൾ ആത്യന്തികമായി ചെയ്യുന്നത് വരുന്നൊരു തലമുറയെ കൂടി ഈ സംസ്കാരത്തിൻ്റെ ഭാഗമാക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള ആ വൃക്ഷരാജനായിട്ടുള്ള ആൽമരത്തെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് മറ്റൊരു പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.